ഹലോ ഗേസ്, അപ്പം ഇന്ന് നമ്മളിവിടെ കേരമീൻ്റെ കറിയായിട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കടയിൽ കേരയാണ് ചോദിച്ചത്, പക്ഷേ എനിക്ക് ചൂരയാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ മീൻ നന്നായിട്ട് വാഷ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇത് അവർ തന്നെ കട്ട് ചെയ്ത് തരുന്നത് കാരണം നമുക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് വാഷ് ചെയ്ത് എടുത്താൽ മാത്രം മതി. അപ്പോൾ മീൻ കറിക്ക് വേണ്ടിയിട്ട് തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി ഇത്രയും ഞാനൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഞാൻ നന്നായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയും ഇഞ്ചി ഞാൻ അമ്മിയിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പച്ചമുളകും തക്കാളിയൊക്കെ ഇട്ടിട്ടൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മീൻകറി വെക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആദ്യം കറി വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ മീൻകറി വീണ്ടും വെച്ചു. ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു, കടുകിട്ടു. കടുക് പൊട്ടി വരുമ്പോൾ വെളുത്തുള്ളി ചതച്ചതിട്ടു, പിന്നെ ചെറിയുള്ളി അരിഞ്ഞതിട്ട് കൊടുത്തു, പിന്നെ പച്ചമുളക്, പിന്നെ അത്രയും ചേർത്തിട്ട് അതിലേക്ക് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇഞ്ചി ഇട്ടില്ല എന്നുള്ളത്. അങ്ങനെ ഇഞ്ചിയും തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വറക്കാനുള്ള മീനിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ട് കുരുമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ വീട്ടിൽ കുരുമുളകുള്ള കാരണം കുരുമുളക് പൊടിയല്ല, പച്ചക്കുരുമുളകാണ്. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പുളിവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കറി വെക്കാനുള്ള മീനൊക്കെ പുളിവെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ സ്കിൻ കെയർ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയി. ഫേസിലൊക്കെ കറുത്ത പാടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ രക്തചന്ദ്രത്തിൻ്റെ കട്ട ഇതുപോലെ കല്ലിൽ അരച്ച് തേക്കുകയാണ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല വർക്കിംഗ് ആണ്. ഇത് അരച്ചിട്ടൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയുക. പിന്നെ ഒട്ടുപാലും കൊപ്രയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം അത് എടുത്ത് വെക്കാനായിട്ട്. അപ്പോഴത്തേക്കും മീൻ വറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കൂടെ പൊട്ടിച്ച് വന്നിട്ട് അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ മീൻ കറി മീൻ വറുത്തതും കൂട്ടിയിട്ട് ഉച്ചയ്ക്കൊരു പിടി പിടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പപ്പായ ഉണ്ടായിരുന്നു വീട്ടിൽ, അപ്പോൾ അതും കൂടെ കഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്കി വരുന്നത് ഞാനെടുത്ത് മുഖത്ത് തേക്കും. അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അത്രയുള്ളൂ. ബായ്.